അബ്ദുല്ലാഹിബിൻ ജാഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം വീട്ടിലുള്ള കുട്ടികളെല്ലാം മുത്തുനബിയെ സന്ദർശിക്കാറുണ്ട്. അബ്ദുല്ലാഹിബിൻ ജാഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പായി മുത്തുനബിയുടെ അടുത്തേക്ക് എന്നെ അയച്ചു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വാഹനപ്പുറത്ത് കയറ്റി യാത്ര തുടർന്നു. അപ്പോഴാണ് ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരിൽ ഒരാൾ വാഹനപ്പുറത്ത് കയറിയത്. അവരെ ബാക്കിലിരുത്തുകയും അങ്ങനെ ഞങ്ങൾ മൂന്നാൾ കൂടി ആ വാഹനത്തിൽ സഞ്ചരിച്ചു എന്ന് അബ്ദുല്ലാഹിബിൻ ജാഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത്രത്തോളം സ്നേഹമാണ് മുത്തുനബിക്ക് കുട്ടികളോട്. എന്നാൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിക്കാറുണ്ട്. അൻസാറുകളെ അവരുടെ മക്കളോട് മുത്തുനബി സലാം പറയുകയും അവരുടെ തലയിൽ തലോടുകയും ചെയ്യും. കുട്ടികളെ കാണുമ്പോൾ നമ്മൾ തലയിൽ തലോടണം, പ്രത്യേകിച്ച് യതീമക്കളെ കാണുമ്പോൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളെ കാണുമ്പോൾ സ്നേഹത്തിലായിരിക്കണം എല്ലാ സമയവും നമ്മൾ പെരുമാറേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയിൽ നിന്നൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അബൂ ഉമൈർ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ കാണുമ്പോൾ ചിരിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു കുട്ടിയാണ്. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ കുട്ടി കരയുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഉമൈറെ എന്താ എനിക്ക് പറ്റിയത് എന്ന്. നമ്മൾ ചിന്തിക്കണം, ഒരു കുട്ടിയോടാണ് ഒരു നേതാവ് ചോദിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് പക്ഷി ഉണ്ടായിരുന്നു, ആ പക്ഷി ചത്തുപോയി എന്ന്. അപ്പോൾ എത്രത്തോളമാണ് ഒരു നേതാവ് കുട്ടികളോട് ഇടപഴകുന്നത് എന്ന് മുത്തുനബിയിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ മുത്തുനബിയോട് കൂടി നമുക്ക് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ മുത്തുനബിയുടെ ഓരോ പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.